ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് 4ാം ക്ലാസ്സിലെ കേരള പാഠാവലിയാണ്. ഭാഗം 2 പാഠപുസ്തകം. നമ്മൾ യൂണിറ്റ് 5 ആണ് നോക്കിക്കൊണ്ടിരുന്നത്, നന്നാവാൻ ഒന്നാവാം. അപ്പോൾ നന്നാവാൻ ഒന്നാവാം എന്ന യൂണിറ്റിലെ കൂട് തുറക്കാം എന്നതിലെ ആദ്യത്തെ ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ചാപ്റ്റർ വെറും തൊട്ടിലാട്ടാതെ കാറ്റേ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് 2ാമത്തെ പാഠമാണ്, കുഞ്ഞുണ്ണിയുടെ മീൻ കുഞ്ഞുങ്ങൾ എന്ന 2ാമത്തെ പാഠമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നോക്കിയാലോ. മറ്റുള്ളവരുടെ വിഷമങ്ങൾ സ്വന്തം വേദനയാവുമ്പോഴാണ് നാം മെച്ചപ്പെട്ട മനുഷ്യരാവുന്നത്, അല്ലേ? അപ്പം മറ്റുള്ളവരുടെ വിഷമങ്ങളും കൂടി മനസ്സിലാക്കുമ്പോഴാണ് നമ്മളൊരു നല്ല മനുഷ്യനാവുന്നത്, മെച്ചപ്പെട്ടൊരു മനുഷ്യനാവുന്നത്. കുഞ്ഞുണ്ണിയുടെ മീൻ കുഞ്ഞുങ്ങൾ. അപ്പം എന്താണ് ഇതിൽ പറയുന്നത് നമുക്ക് നോക്കിയാലോ. മഴ തോർന്ന നേരം കുഞ്ഞുണ്ണിയും അനസും വയൽ മുറിച്ചു പോകുന്ന ചാലിനടുത്തെത്തി. മഴവെള്ളത്തോടൊപ്പം പരൽ മീനുകൾ ഒഴുകുന്ന ചാല്. അത് അവസാനിക്കുന്നത് വലിയൊരു കുളത്തിലാണ്. നിറയെ മീനുകളുണ്ടതിൽ. കുഞ്ഞുണ്ണി വീട്ടുമുറ്റത്തേക്ക് എത്തി നോക്കി. ഭാഗ്യം, മുറ്റത്താരുമില്ല. അപ്പോൾ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കുഞ്ഞുണ്ണിയും അനസും കൂടി വയൽ മുറിച്ചൊഴുകുന്ന ഒരു ചാലുണ്ട്. ആ ചാലിനടുത്ത് എത്തുകയാണ്. അപ്പം മഴവെള്ളത്തിൻ്റെ ഒപ്പം തന്നെ അവർക്കറിയാം മഴ പെയ്ത് കഴിഞ്ഞാൽ അവിടെ പരൽ മീനുകൾ ഉണ്ടാവും. ആ മീനുകളൊക്കെ ഒഴുകുന്ന ഒരു ചാലാണ്. ആ ചാല് പോയി ചേരുന്നത് എവിടെയാണെന്നറിയോ? ഒരു വലിയ കുളത്തിലാണ്. ആ കുളത്തിൽ നിറയെ മീനുണ്ട്. അപ്പോൾ കുഞ്ഞുണ്ണി ആദ്യം വീട്ടുമുറ്റത്തേക്ക് എത്തി നോക്കി. അവിടെ ആരുമില്ല, മുറ്റത്ത് ആരുമില്ല. അവൻ കുപ്പായത്തിനുള്ളിൽ ഒളിപ്പിച്ച തോർത്തുമുണ്ട് പുറത്തെടുത്തു. അനസ് വലിയൊരു പ്ലാസ്റ്റിക് കുപ്പി കൊണ്ടുവന്നിട്ടുണ്ട്. അവർ ചാലിലിറങ്ങി. തലയിൽ വെള്ളപ്പൊട്ടുള്ള കണ്ണിച്ചാനും വെള്ളി കഷ്ണങ്ങൾ പോലുള്ള പുല്ലൻ കുഞ്ഞുങ്ങളും തലങ്ങും വിലങ്ങും കൂട്ടത്തോടെ പായുന്നു. ഇതൊക്കെ മീനുകളാണ് കേട്ടോ, കണ്ണിച്ചാനും അതുപോലെ തന്നെ പുല്ലൻ കുഞ്ഞുങ്ങളൊക്കെ. അവർ തോർത്തുമുണ്ടിൻ്റെ 2 അറ്റവും പിടിച്ചു. അപ്പം നിങ്ങളൊക്കെ മീൻ പിടിക്കുമ്പോൾ കുഞ്ഞു കുട്ടികളാവുമ്പോൾ എന്താ ചെയ്യുക? ഒരു തോർത്തെടുത്ത് 2 ആൾക്കാർ അപ്പുറത്തും ഇപ്പുറത്തും പിടിക്കൂലേ, എന്നിട്ട് അത് വെച്ച് മീൻ പിടിക്കും. അപ്പം ഇതേപോലെ ഇവിടെ ഇവരെന്ത് ചെയ്തു? അവർ തോർത്തുമുണ്ടിൻ്റെ 2 അറ്റവും പിടിച്ചു. മീൻ കുഞ്ഞുങ്ങളെ കോരിയെടുത്തു. ഒട്ടുമിക്കതും വെള്ളത്തിലേക്ക് തന്നെ തുള്ളി. 5-6 എണ്ണം അവരുടെ പിടിയിലായി. അനസ് കുപ്പിയിൽ പകുതിയോളം വെള്ളമെടുത്തു. കുഞ്ഞുണ്ണി മീനുകളെ ഓരോന്നായി കുപ്പിയിലേക്ക് ഇട്ടു. തോർത്തുമുണ്ട് പിഴിഞ്ഞ് അരയിൽ കെട്ടി. അപ്പോൾ ഇവർ തോർത്തുമുണ്ട് പിടിച്ച് അതുകൊണ്ട് മീൻ പിടിക്കാൻ തുടങ്ങി. 5-6 എണ്ണം അവരുടെ പിടിയിലായി. അങ്ങനെ അനസ് വേഗം കുപ്പിയിൽ വെള്ളം എടുത്തു. ആ പിടിച്ച മീനുകളെയൊക്കെ കുപ്പിയിലേക്ക് ഇട്ടു. എന്നിട്ട് തോർത്തുമുണ്ട് പിഴിഞ്ഞ് അരയിൽ കെട്ടി തിരിച്ചു പോവുകയാണ് ഇവർ. വാ പോകാം. കുഞ്ഞുണ്ണി ധൃതി വെച്ചു. അച്ഛൻ കണ്ടാൽ 2 പൊട്ടിക്കുമെന്ന് അവൻ ഉറപ്പുണ്ട്. അപ്പോൾ കുഞ്ഞുണ്ണിക്ക് പേടിയല്ലേ, വീട്ടിൽ കാണാതെയാണ് വന്നിരിക്കുന്നത്. ബാപ്പയുടെ നീട്ടിയുള്ള വിളി കേട്ട് കുപ്പി കുഞ്ഞുണ്ണിയെ ഏൽപ്പിച്ച് അനസ് വയൽ വരമ്പിലൂടെ 80 വിട്ടു. അപ്പോഴത്തേക്കും നമ്മുടെ അനസിന്റെ ബാപ്പ അനസിനെ വിളിച്ചു. ഇത് കേട്ട് കുപ്പി വേഗം കുഞ്ഞുണ്ണിയുടെ അടുത്ത് കൊടുത്തിട്ട് അനസ് ഒരൊറ്റ ഓട്ടം. അമ്മ കണ്ടാൽ അച്ഛൻ അറിയുമല്ലോ, എന്താ ഒരു വഴി? കുഞ്ഞുണ്ണി ആലോചിച്ചു. പിന്നെ സാവധാനം ചായ്പിലേക്ക് നടന്നു. അവിടെ ഒരു മൂലയിൽ കുപ്പി വെച്ചു. അപ്പൊ അമ്മ ഇത് കണ്ട അച്ഛനോട് പറയും. അച്ഛനോട് പറഞ്ഞാൽ അടി കിട്ടും അല്ലേ? അപ്പൊ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് പതുക്കെ ചായ്പിലേക്ക് നടന്നു. അവിടെ കൊണ്ടുപോയിട്ട് കുപ്പി ഒരു മൂലയിൽ വെച്ചു. വൈകിട്ട് ഉപ്പുമാവ് കഴിക്കുമ്പോഴാണ് അവൻ ഓർത്തത്, അയ്യോ, മീൻ കുഞ്ഞുങ്ങൾക്ക് തിന്നാനൊന്നും കൊടുത്തില്ലല്ലോ. അപ്പോൾ ഈ കുപ്പി അവിടെ വെച്ചിട്ട് നമ്മുടെ കുഞ്ഞുണ്ണി പോയി. പിന്നീട് കുപ്പി വെച്ച കാര്യം കുഞ്ഞുണ്ണിക്ക് ഓർമ്മയില്ല. വൈകുന്നേരം കുഞ്ഞുണ്ണി ഉപ്പുമാവ് കഴിക്കുമ്പോഴാണ് മീൻ കുഞ്ഞുങ്ങൾക്കൊന്നും കൊടുത്തില്ലല്ലോ എന്ന ഓർമ്മ വരുന്നത്. കുഞ്ഞുണ്ണി തൈത്തടത്തിൽ കമ്പുകൊണ്ട് കിളയ്ക്കാൻ തുടങ്ങി. അവൻ്റെ പ്രതീക്ഷ തെറ്റിയില്ല. ഒരു മണ്ണിരയെ വലിച്ചെടുത്ത് കഷ്ണങ്ങളാക്കി ചായ്പിലേക്ക് ഓടി. അങ്ങനെ പെട്ടെന്നൊരു മണ്ണിരേനെ തപ്പിയെടുത്ത് എന്ത് ചെയ്തു? ചായ്പിലേക്ക് ഓടി.
തിരിച്ചിറങ്ങുമ്പോൾ മുറ്റത്തതാ അച്ഛൻ. എന്താടാ ഒരു കള്ളത്രാണം. അപ്പോൾ ആ മീൻ കുഞ്ഞുങ്ങൾക്ക് ഇവൻ ഭക്ഷണം കൊടുത്തു അല്ലേ. എന്നിട്ട് തിരിച്ചിറങ്ങുമ്പോൾ കറക്റ്റായിട്ട് ആരുടെ മുന്നിൽ പോയി പെട്ടു? അച്ഛൻ്റെ കണ്ണിൽ പോയി പെട്ടു. പോ, വേഗം കുളിച്ചു വാ. അച്ഛൻ്റെ സ്വഭാവം ഇതാണ്. വികൃതി കാണിച്ചാൽ അന്നേരം പിടിച്ചു പൊട്ടിക്കില്ല. രാത്രി കിടക്കാൻ നേരത്താണ് കലാപരിപാടി. ഇന്നത്തെ രാത്രി കുശാലായി. കുഞ്ഞുണ്ണി അറിയാതെ ചന്തി തടവി. രാത്രി ഭക്ഷണം കഴിച്ച് അച്ഛൻ കുഞ്ഞുണ്ണിയെ വിളിച്ചു. അവൻ പേടിയോടെ അച്ഛൻ്റെ അടുത്തേക്ക് വന്നു. അച്ഛൻ കിടക്കുകയാണ്. വാ, നീ ഇവിടെ കിടക്ക്, ഞാനൊരു കഥ പറയാം. കുഞ്ഞുണ്ണി ആശ്ചര്യപ്പെട്ടു. ഇല്ല, അച്ഛനൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ കൈയോടെ പിടിച്ചതും എന്താ സംഭവിക്കുന്നത്? പോയി കുളിച്ച് വരാൻ പറയില്ലേ. അപ്പോൾ അച്ഛൻ്റെ സ്വഭാവം ഇതാണ്. എന്താണ്, അപ്പം തന്നെ തല്ലില്ല. രാത്രി കിടക്കാൻ നേരത്താണ് തല്ലെല്ലാം കൊള്ളുക അല്ലേ. എന്തെങ്കിലും വികൃതിയൊക്കെ ഒപ്പിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ആയിരിക്കും അടിയെല്ലാം കിട്ടുക. അപ്പോൾ കുഞ്ഞുണ്ണി അങ്ങനെ പേടിച്ചിരിക്കുകയാണ്. പക്ഷെ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ അച്ഛൻ കുഞ്ഞുണ്ണിയെ പതുക്കെ വിളിച്ച് അടുത്തേക്ക് വരാൻ പറയും. അച്ഛൻ അപ്പോൾ കിടക്കുകയാണ്. പക്ഷെ എന്തിനാ വിളിക്കുന്നത്? ഒരു കഥ പറഞ്ഞു തരാന്നാണ് പറയണത്. അപ്പം ശരിക്കും കുഞ്ഞുണ്ണിക്ക് അത്ഭുതമായില്ലേ. അച്ഛൻ എന്താ അപ്പം ഞാൻ ചെയ്തതൊന്നും അറിഞ്ഞിട്ടില്ലേ എന്നായിരുന്നു കുഞ്ഞുണ്ണി ചിന്തിച്ചത്. അച്ഛൻ കഥ പറയാൻ തുടങ്ങി. കുമ്മാട്ടി എന്ന സിനിമയുടെ കഥയാണ്. അപ്പോൾ ഉണ്ടോ ആരംഭത്തൂരമ്പത്ത് എന്ന് പറയുന്നത് എന്ന പാട്ട് പാടി കുമ്മാട്ടിയായ അപ്പൂപ്പൻ വരികയാണ് ചിണ്ടൻ എന്ന കുട്ടിയുടെ ഗ്രാമത്തിലേക്ക്. ചിണ്ടനും കൂട്ടുകാരും കുമ്മാട്ടിയുമായി ചങ്ങാത്തത്തിലായി. മൃഗങ്ങളുടെയും പക്ഷികളുടെയും മുഖം മൂടി അണിഞ്ഞ് പാട്ടും പാടി ആട്ടമാടുന്ന കുട്ടികളെ കുമ്മാട്ടി മൃഗങ്ങളും പക്ഷികളുമാക്കി മാറ്റി. അവർ സന്തോഷത്തോടെ തുള്ളിയും പറന്നും കളിച്ചുകൊണ്ടിരുന്നു. ചിണ്ടൻ ഒരു നായയായി. പെട്ടെന്ന് അവർക്കിടയിലേക്ക് ഒരു നായ വന്നു. അത് നായയായ ചിണ്ടനെ കണ്ടു. അത് ചിണ്ടനു നേർക്കു നാക്കു നീട്ടി. പല്ലുകാട്ടി മുരണ്ടുകൊണ്ട് അടുത്തു. അവൻ ഓടി. നായ പിന്നാലെ ഓടി. അത് ചിണ്ടനെ ദൂരേക്ക് ഓടിച്ചു. ഇതൊന്നും കുമ്മാട്ടിയോ കൂട്ടുകാരോ അറിഞ്ഞില്ല. അയ്യോ, എന്നിട്ട് കുഞ്ഞുണ്ണി ജിജ്ഞാസുവായി. അപ്പോൾ കുഞ്ഞുണ്ണിയോട് പറഞ്ഞ കഥ കുമ്മാട്ടി സിനിമയിലെ കഥയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ കുമ്മാട്ടിയായിട്ടുള്ള അപ്പൂപ്പൻ വരികയാണ് ചിണ്ടൻ എന്നൊരു കുട്ടിയുടെ ഗ്രാമത്തിലേക്ക്. അപ്പോൾ ചിണ്ടനും ഫ്രണ്ട്സും എന്താണ് ഈ കുമ്മാട്ടിയുമായിട്ട് ഭയങ്കര ചങ്ങാത്തത്തിലായി, ഫ്രണ്ട്ഷിപ്പായി അല്ലേ. അങ്ങനെ മൃഗങ്ങളുടെയും പക്ഷികളുടെയൊക്കെ മുഖം മൂടി അണിഞ്ഞിട്ട് പാട്ടുപാടി ആട്ടമാടുന്ന കുട്ടികളെ കുമ്മാട്ടി എന്താക്കി മാറ്റി? മൃഗങ്ങളും പക്ഷികളുമാക്കി അങ്ങോട്ട് മാറ്റി. അങ്ങനെ അവർ സന്തോഷത്തോടെ തുള്ളിയും പറന്നും ഒക്കെ കുറേ നടന്നു. ചിണ്ടനെ എന്താക്കി മാറ്റി? ചിണ്ടനെ ഒരു നായയാക്കി മാറ്റി. ഓക്കെ, അപ്പോൾ ഇതാണ് ആ പറഞ്ഞു കൊടുത്ത കഥ. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് കുഞ്ഞുണ്ണി ചോദിക്കുമ്പോൾ കുമ്മാട്ടി കുട്ടികൾക്ക് മനുഷ്യരൂപം തിരിച്ചു നൽകി. അപ്പോൾ കുട്ടികൾക്ക് ലാസ്റ്റ് കുമ്മാട്ടി മനുഷ്യരൂപം തിരിച്ചു നൽകി. മുഖം മൂടികൾ വാങ്ങി. പാട്ടും പാടി മറ്റൊരു നാട്ടിലേക്കു യാത്രയായി. കുട്ടികൾ സന്തോഷത്തോടെ വീടുകളിലേക്ക് തിരിച്ചു. എന്നാൽ ചിണ്ടനോ? അപ്പൊ ചിണ്ടൻ എന്ത് സംഭവിച്ചു? പാവം ചിണ്ടൻ, അവന് രൂപം തിരിച്ചു കിട്ടിയില്ലല്ലോ. കുഞ്ഞുണ്ണിക്ക് വ്യസനമായി. അതെ, നായയായ ചിണ്ടൻ ഒരു നഗരത്തിലെത്തി. അപ്പൊ ഈ ചിണ്ടന് മാത്രം കുമ്മാട്ടി മനുഷ്യനാക്കിയില്ല കേട്ടോ. അപ്പൊ അതിനെ തിരിച്ചു കിട്ടിയില്ല, അതിന്റെ രൂപം. അപ്പോൾ ചിണ്ടൻ അങ്ങനെ ഒരു നഗരത്തിലെത്തി. അവിടെ ഒരു വീട്ടുകാർ അവനെ കൂട്ടിലിട്ടു. അപ്പോൾ ആ വീട്ടുകാർ ചിണ്ടനെ പിടിച്ചൊരു കൂട്ടിലിട്ടു. ദിവസങ്ങൾ കഴിഞ്ഞു. ചിണ്ടന് തീരെ വയ്യാണ്ടായി. അവർ അവനെ വിട്ടയച്ചു. അപ്പോൾ അവന് വയ്യാതായപ്പോൾ ചിണ്ടനെ ആ വീട്ടുകാർ വിട്ടയച്ചു. ചിണ്ടൻ തൻ്റെ നാട്ടിലേക്ക് ഓടി. വീട്ടിലെത്തി. വീട്ടിലെ തത്ത അവനെ തിരിച്ചറിഞ്ഞു. അമ്മയും അനുജത്തിയും തിരിച്ചറിഞ്ഞു. അപ്പൊ എന്താണ്, വീട്ടിലെത്തിയപ്പോൾ വീട്ടിലൊരു തത്തമ്മണ്ട്. തത്ത അവനെ തിരിച്ചറിയണു. ഇവൻ ഞങ്ങളുടെ ചിണ്ടനാണെന്ന് മനസ്സിലായില്ലേ. അമ്മയും അനുജത്തിയും ചിണ്ടനെ തിരിച്ചറിഞ്ഞു. പക്ഷെ അവന് രൂപം തിരിച്ചു കിട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്പോഴും അവൻ നായയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അമ്മ അവനെ കോരിയെടുത്ത് ഉമ്മ കൊടുത്തു. പാത്രത്തിൽ കഞ്ഞി കൊടുത്തു. ചിണ്ടൻ നക്കി നക്കി കുടിച്ചു. അച്ഛാ, ചിണ്ടന് മനുഷ്യരൂപം കിട്ടാൻ എന്താ വഴി? കുഞ്ഞുണ്ണി സന്തോഷത്തോടെ ആരാഞ്ഞു. അപ്പോൾ കുഞ്ഞുണ്ണി സന്തോഷത്തോടെ അച്ഛനോട് സങ്കടത്തോടെ ചോദിക്കുകയാണ്, ചിണ്ടൻ എങ്ങനെയാ മനുഷ്യരൂപം കിട്ടുക? ഒരു വഴിയേ ഉള്ളൂ, ആ കുമ്മാട്ടി വരണം. അച്ഛൻ കഥ തുടർന്നു. അപ്പോൾ ആ കുമ്മാട്ടി തിരിച്ച് നാട്ടിലേക്ക് വന്നിട്ട് ചിണ്ടനെ വീണ്ടും മനുഷ്യക്കുട്ടിയാക്കി മാറ്റണം അല്ലേ, അതേ വഴിയുള്ളൂ. ഋതുക്കൾ മാറി വന്നു. ചിണ്ടന് പുറത്തു പോകാൻ പറ്റാതായി. കൂട്ടുകാരൊന്നിച്ച് കളിക്കാനോ സ്കൂളിൽ പോകാനോ കഴിയില്ലല്ലോ. ഒരു ദിവസം ചിണ്ടൻ വീട്ടുമുറ്റത്ത് കിടക്കുമ്പോൾ ദൂരെ നിന്ന് ആ പാട്ട് കേട്ടു. എന്താണ്? കുമ്മാട്ടി വരുമ്പോഴുള്ള പാട്ട് അല്ലേ. അവൻ ചാടി എഴുന്നേറ്റ് ശരവേഗത്തിലോടി. അതെ, അത് നമ്മുടെ കുമ്മാട്ടിയായിരുന്നു. ചിണ്ടൻ കുമ്മാട്ടിയുടെ കാൽക്കൽ വീണു. മോനെ ചിണ്ട. കുമ്മാട്ടി അവനെ തിരിച്ചറിഞ്ഞു. അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. ഉടനെ ചിണ്ടന് മനുഷ്യരൂപം കിട്ടി. അപ്പൊ കുമ്മാട്ടി വന്നതും സൗണ്ട് കേട്ടതും നമ്മുടെ ഈ ചിണ്ടൻ
നായ വേഗം ഓടിയില്ലേ, വേഗം പോയിട്ട് ആ കുമ്മാട്ടിയുടെ കാൽക്കൽ അങ്ങോട്ട് വീണു. അപ്പോൾ കുമ്മാട്ടി എന്ത് ചെയ്തു, മോനെ ചിണ്ടാന്ന് പറഞ്ഞ് അവനെ തിരിച്ചറിഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. അപ്പോഴത്തേക്കും അവൻ എന്ത് ചെയ്തു, മനുഷ്യരൂപം തിരിച്ചു കിട്ടി. ഹായ് കുഞ്ഞുണ്ണി കൈയടിച്ചു. ചിണ്ടൻ വീട്ടിലേക്ക് ഓടി. വീട്ടിലെത്തിയ ചിണ്ടൻ ആദ്യം ചെയ്തത് എന്താണെന്നറിയാമോ? എന്ത് ചെയ്തിട്ടുണ്ടാവും? ചിണ്ടൻ കൂട് തുറന്ന് തൻ്റെ തത്തയെ കയ്യിലെടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി. അതിനെ ആകാശത്തേക്ക് പറത്തി വിട്ടു. അപ്പോൾ ആ കൂട്ടിലൊരു തത്ത ഉണ്ടായിരുന്നു. ആ തത്തയെ എന്ത് ചെയ്തു, കൂട് തുറന്ന് പറത്തി വിട്ടു. അതിനെ സ്വാതന്ത്ര്യമാക്കി അല്ലേ. പറവക്കൂട്ടത്തിൽ ഒന്നായി ചേരുന്നത് ചിണ്ടൻ നോക്കി നിന്നു. അപ്പൊ തത്ത തൻ്റെ വേറെ പറവകൾ ഉണ്ടാവുമല്ലോ, ആ പറവകളുടെ കൂടെ പോയി ചേരുന്നത് നോക്കി നമ്മുടെ ചിണ്ടൻ നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് ചിണ്ടൻ തൻ്റെ തത്തയെ വിട്ടയച്ചത്? കഥ അവസാനിപ്പിച്ച അച്ഛൻ കുഞ്ഞുണ്ണിയോട് ചോദിച്ചു. അപ്പോൾ കുഞ്ഞുണ്ണിയുടെ അച്ഛൻ ചോദിക്കും, എന്താണ് അപ്പൊ ചിണ്ടൻ എന്തിനാണ് തത്തയെ തുറന്നു വിട്ടതെന്ന് ചോദിക്കും. കൂട്ടിലിട്ട തത്തയുടെ അവസ്ഥ നായയായിരുന്നപ്പോൾ ചിണ്ടന് മനസ്സിലായി, അതുകൊണ്ടല്ലേ. അപ്പോൾ നമ്മുടെ കുഞ്ഞുണ്ണി ആൻസർ പറയും, കൂട്ടിലിട്ട തത്തയ്ക്ക് സ്വാതന്ത്ര്യം ഇല്ല അല്ലേ. അപ്പൊ കൂട്ടിലിട്ട തത്തയുടെ ഒരു അവസ്ഥ ഉണ്ടാവും, നമുക്ക് എവിടെയും പോവാൻ പറ്റാതെ ഫ്രണ്ട്സിനെ ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടല്ലോ. ആ അവസ്ഥ ചിണ്ടൻ നായയായി മാറിയപ്പോൾ ചിണ്ടന് മനസ്സിലായി അല്ലേ, അതുകൊണ്ടല്ലേ ചോദിക്കും. അതേ മോനെ, സ്വാതന്ത്ര്യത്തിന്റെ വില എത്ര വലുതാണെന്നോ. അപ്പൊ സ്വാതന്ത്ര്യത്തിന്റെ വില അത്രയും വലുതാണ്. നേരമേറെയായിട്ടും കുഞ്ഞുണ്ണിക്ക് ഉറക്കം വന്നില്ല. കൂട്ടിലിട്ട ചിണ്ടന്റെ രൂപം മനസ്സിൽ നിന്ന് പോകുന്നേയില്ല. പെട്ടെന്ന് ആ കൂട് ഒരു കുപ്പിയാകുന്നതും ചിണ്ടൻ മീൻകുഞ്ഞുങ്ങളായി മാറുന്നതും ഞെട്ടലോടെ അവൻ കണ്ടു. അവൻ ചാടി എണീറ്റു, വിയർത്തു, തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് അവൻ നേരം വെളുപ്പിച്ചു. അപ്പൊ നമ്മുടെ കുഞ്ഞുണ്ണിക്ക് കുറ്റബോധം ഉണ്ടാവുകയാണ്. ഈ ചിണ്ടൻ നായ കൂട്ടിലായിരുന്നപ്പോൾ അവസ്ഥ തന്നെയല്ലേ ഇപ്പോൾ അവൻ കുപ്പിയിൽ കൊണ്ടുവച്ച മീൻകുഞ്ഞുങ്ങളുടെ അവസ്ഥ ആണല്ലേ. അങ്ങനെയൊക്കെയോ അവൻ നേരം വെളുപ്പിച്ചു. പതിവിലും നേരത്തെ എണീറ്റ് അവൻ ചായ്പിലേക്ക് ഓടി. അപ്പൊ ആ കുപ്പി എവിടെയാ വെച്ചിരിക്കുന്നത്? ചായ്പില്. ആ ചായ്പിലേക്ക് ഓടി. കുപ്പിയെടുത്ത് ചാലിലേക്ക് ഓടി. കുപ്പിയും എടുത്ത് ചാലിലേക്ക് ഓടി. തെളിഞ്ഞ ചാലിലേക്ക് അവൻ മീൻ കുഞ്ഞുങ്ങളെ ഒഴുക്കി വിട്ടു. അവൻ മീൻപറ്റത്തിലേക്ക് തുഴഞ്ഞു നീങ്ങുന്നത് കുഞ്ഞുണ്ണി നോക്കി നിന്നു. അവന്റെ മുഖം പ്രസന്നമായി. അപ്പോൾ ഒരു ചാറ്റൽ മഴ അവനെ തഴുകി. അപ്പോൾ മീൻ കുഞ്ഞുങ്ങളെ അവൻ എന്ത് ചെയ്തു, മീൻപറ്റത്തിലേക്ക് ഒഴുക്കി വിട്ടു അല്ലെ. അവരുടെ കൂട്ടമായിട്ട് അവർ പോയി. അത് നോക്കി അവൻ നിൽക്കുകയാണ്. അവൻ ഹാപ്പിയായി. അപ്പോൾ കുഞ്ഞുണ്ണിയുടെ മീൻ കുഞ്ഞുങ്ങൾ സുരേന്ദ്രൻ കാടാങ്കോടിന്റെ സ്റ്റോറിയാണിത്. അപ്പൊ നമുക്ക് ഇതിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം. കഥയിലെ ഏറ്റവും പ്രധാനമെന്നും നിങ്ങൾക്ക് തോന്നിയ ഭാഗം ഏതാണ്? എന്തുകൊണ്ട്? ഉത്തരം, കുഞ്ഞുണ്ണി മീനുകളെ കുപ്പിയിലിട്ട് വച്ചത് കണ്ടിട്ടും അവനെ വഴക്കു പറയുകയോ തല്ലുകയോ ചെയ്യാതെ അച്ഛൻ അവന് ഒരു കഥയുടെ രൂപത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ വില മനസ്സിലാക്കി കൊടുക്കുന്നു. അതിലൂടെ കുഞ്ഞുണ്ണിക്ക് അവന്റെ തെറ്റ് മനസ്സിലാകുകയും ചെയ്ത തെറ്റ് തിരുത്തുകയും ചെയ്യുന്നു. ഇതാണ് കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി എനിക്ക് തോന്നിയത്. സ്നേഹവും സ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെട്ട മനുഷ്യരും ജീവികളും അനുഭവിക്കുന്ന വിഷമങ്ങളോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? ഉത്തരം, സ്നേഹത്തോടെ സ്നേഹത്തോടെ അവരോട് നാക്കുക കേട്ടോ. സ്നേഹത്തോടെ അവരോട് ഇടപഴകും. സ്വതന്ത്രമായി ജീവിക്കുക എന്നത് ഈ ഭൂമിയിലെ എല്ലാ അന്തേവാസികളുടെയും അവകാശമാണ്. അതിൽ മനുഷ്യർ എന്നോ പക്ഷിമൃഗാദികൾ എന്നോ വേർതിരിവില്ല. എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് സ്വാതന്ത്ര്യം. അത് നഷ്ടപ്പെട്ട് ജീവിക്കുന്നവർക്കായി എന്നാലാവുന്ന വിധം പോരാടും. സ്നേഹത്തോടെയും കരുതലോടെയും അവരെ ചേർത്ത് നിർത്തും. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ചാപ്റ്ററിൽ. ഇതിൽ ഞാൻ പറഞ്ഞ സ്നേഹത്തോടെ അവരോട് നാക്കുക കേട്ടോ. എനിക്കിതിൽ റൈറ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് പറയുന്നത്. സ്നേഹത്തോടെ അവരോട് ഇടപഴകും നാക്കുക, അത്രയേ ഉള്ളൂ. അപ്പൊ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ കമന്റുകൾ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.